25% വോട്ടിലേക്ക് ഞങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുന്നണി ഘടനയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. 25% വോട്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ഒരു ഉറച്ച കാൽവെപ്പോട് കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷികളും ഉറച്ച ശബ്ദത്തോടെ ആവർത്തിക്കാത്ത ഒരു ആരോപണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ശരിയായ പിൻഗാമികളുള്ള സ്റ്റേറ്റ് ഇപ്പോൾ കേരളം മാത്രമാണ്. കാരണം കെ സി വേണുഗോപാൽ, ചെന്നിത്തല അവരൊക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ അർബൻ നക്സൽ കമ്പനിയുടെ ശരിയായ പിൻഗാമികളാണ്. അവരെ വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ UDF മറ്റുള്ള ആൾക്കാരെ പരിശോധിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ആ ചോദ്യത്തിന്റെ ഉത്തരം അല്ല, എനിക്ക് മനസ്സിലായി. ഇവിടെ അത്ര കക്ഷി ഇല്ലെന്നല്ലേ? അത്രയൊക്കെ ഞാൻ പറയട്ടെ, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പലരും സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു. എന്തായിരുന്നു ആ സന്തോഷത്തിന്റെ കാരണം? മുങ്ങിത്താഴുമ്പോഴും ഒരു കച്ചിത്തുരുമ്പ്, JDയുടെ അത്ര സീറ്റ് BJP കിട്ടില്ല. അങ്ങനെയായിരുന്നില്ലേ രാവിലെ പോലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്? സാരല്ല, BJP കേരളത്തിൽ സഖ്യകക്ഷികൾ ഇപ്പോൾ നല്ല സഖ്യകക്ഷികളുണ്ട്. വൈകാതെ ഇനിയും സഖ്യകക്ഷികൾ BJPയുടെ കൂടെ വരും. അതുകൊണ്ട് ഞങ്ങൾ ആ ശുഭപ്രതീക്ഷയിലാണ്. ഇത്തവണ ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ടുള്ള ഉത്തരവുണ്ടാവും. 25% വോട്ടിലേക്ക് ഞങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുന്നണി ഘടനയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. അങ്ങനെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. 25% വോട്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ഒരു ഉറച്ച കാൽവെപ്പോട് കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്.